പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കൊരിന്ത്യർ 12:9 എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി, ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? 70 പ്രാവശ്യം ക്ഷമിക്കാൻ. ക്ഷമ ഒരു മാർഗം മാത്രമാണ്. എന്തിനാണ്? നമ്മളെ ബലഹീനമാക്കുകയാണ്. എന്താ ബലഹീനമാക്കണത്? എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. നമ്മുടെ ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ പവർ, ശേഷി നമ്മൾ അടിയറ വെക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ തോറ്റു, നാട്ടുകാരുടെ മുമ്പിൽ തോറ്റു, വീട്ടുകാരുടെ മുമ്പിൽ തോറ്റു. ഇനി ഇങ്ങനെയുള്ള ചലവാരികളെ കൂടെ കൊണ്ടുപോകത്തില്ല ഞാൻ. നീ നിൽക്ക്, എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി, ഗുഡ് ബൈ എന്ന് പറയും. ഗുഡ് ബൈ പറയുന്നതിനോടൊക്കെ പറയണം മക്കളെ. പത്രോസ്, പൗലോസ്, ബർന്നബാസോട് ഗുഡ് ബൈ പറഞ്ഞു. 2 തിമോത്തി 4:10 എന്തെന്നാൽ
ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കായിലേക്ക് പോയിരിക്കുന്നു. അണ്ണൻ വണ്ടി വിട്ട്. പൗലോസ് എന്താ പറഞ്ഞത്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന്. അത് പൗലോസിൻ്റെ വേർഷനാണ്, വെളിപാടാണ്. പക്ഷേ സംടോട്ട ബൈബിൾ മൊത്തം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെ അപ്പുറത്ത് സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തെ ബേസ് ചെയ്തുകൊണ്ട്, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് സ്നേഹമുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും എന്നല്ല ഈശോ പറഞ്ഞത്. ഞാൻ വന്നിരിക്കുന്നവർക്ക് കൃപയുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ജീവൻ എന്ന് വെച്ചാൽ കൃപയല്ലേ? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ കിട്ടിയിരിക്കുന്നു. അപ്പം കൃപയാണ് ലക്ഷ്യം. അപ്പോൾ ദൈവത്തിൻ്റെ ആധ്യാത്മിക പരിചരണത്തിൻ്റെ പരിശീലനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആത്മാവിലെ കൃപയെ ആർജിപ്പിക്കുക എന്നുള്ളതാണ്. എംപവർ ചെയ്ത കൃപ കൊണ്ട് നമ്മൾ ശക്തിപ്പെടുത്തുക. ആ ഉദ്ദേശത്തിൽ വേണം നിങ്ങൾ കർത്താവിൻ്റെ ഒരു ചേട്ടത്തടിക്കുന്നതിന് മറു ചേട്ടൻ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവന് മേലെ കൂടി വിട്ടുകൊടുക്കണം. ഒരു മൈൽ പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ പോകണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതിൻ്റെ മുഴുവൻ കർത്താവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? അറ്റ് എനി കോസ്റ്റ്, അറ്റ് എനി ലോസ്റ്റ് റിസീവ് ദ ഗ്രേസ്. ഇത് ഗ്രേസിൻ്റെ കാലമാണ്, കൃപയുടെ യുഗമാണ്, കൃപയുടെ കാലഘട്ടമാണ്. 2 കാലങ്ങളിലാണ് ദൈവം വരണത്. ഒന്ന് അജ്ഞതയുടെ കാലഘട്ടമുണ്ട്, രണ്ടാമത് കൃപയുടെ കാലഘട്ടമാണ്. കർത്താവേ, ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിനു വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമകനെ, പ്രിയമകളെ, നിൻ്റെ ശിരസ്സിൽ ഇപ്പോഴ് കർത്താവ് തൻ്റെ വിശുദ്ധമായ വലതുകരത്താൽ നിന്നെ ആശീർവദിക്കുന്നു. നീ ശിരസ് കുമ്പിട്ട് കൈകൾ കൂപ്പി ഈ ആശീർവാദം സ്വീകരിക്കുക. കർത്താവെ, ഈ മകനെ ഞാൻ പ്രത്യേകം ആശീർവദിക്കുന്നു, ഈ മകളെ ആശീർവദിക്കുന്നു. ഇവരിൽ പോകുന്ന ഓരോ കാര്യങ്ങളും അവിടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നേടുവാനും അവർക്ക് വേണ്ടി വാദിക്കുവാനും ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുമെന്ന് അടിച്ച കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ഇവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെ, കണ്ടുമുട്ടുന്ന വ്യക്തികളിലെ, ഇടപെടുന്ന സാഹചര്യങ്ങളിൽ, ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ നിറയട്ടെ. കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. കർത്താവെ, ഓരോ പ്രവർത്തനവും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് നീ ചെയ്യുന്നതെന്ന് നിൻ്റെ വചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉടമ്പടി ക്രമീകരിച്ചിരിക്കുന്നത്. കർത്താവെ, ചില അപകടം പിടിച്ച സ്ഥലങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഈശോയെ, ചില രോഗികളെ കാണിച്ചു തരുന്നുണ്ട് ഈശോയെ. ഭീകരമായ വേദന കൊണ്ട് വിഷമിക്കുന്നവരെ പ്രത്യേകം ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, എല്ലാവിധ രോഗങ്ങളും കണ്ണ് വീർത്തിരിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ. തുടയലിന് വേദനയും അതുപോലെ മരവിപ്പും ഉള്ളവരെ കർത്താവ്, പൊള്ളലിൻ്റെ പേരിൽ തുണി ഉടുക്കാൻ പറ്റാതെ കിടക്കുന്ന അത്ര വേദന അഭിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ ത്വക്ക് രോഗങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പരിശുദ്ധ അമ്മ കൃപാസ അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ത്വക്ക് നീറി പുകയുന്നവരുടെ, ശരീരം ചൂടുകൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവരെ, പർശ്വരോഗികളെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കുതിരപ്പെടുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഓരോരോ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യമിക്കുന്നവർ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പരീക്ഷയ്ക്കൊരുന്ന മക്കൾ, അവരെ ഈ നിമിഷം ആശീർവദിക്കുന്നു. അവരുടെ പഠനത്തിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളെയും ഭൗതികമായ പഠന സാമഗ്രികളെയും ആശീർവദിക്കുന്നു.
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നീയും നിൻ്റെ കുടുംബവും നിൻ്റെ ജീവിതവും നിൻ്റെ ഉദ്യമങ്ങളും നിൻ്റെ ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശീർവദിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, മാതാവേ നന്ദി. ഞാനിവിടെ ഈ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് വലത്തുകാല് വെച്ചപ്പോഴേ എൻ്റെ ശരീരത്തിനൊരു ചൂട് വന്നു. ആദ്യം തന്നെ ഒരു കുളിർമ വന്നു. ഞാനിവിടെ എനിക്ക് പലരും ഈ പ്രഭാഷണ പേപ്പർ തരാറുണ്ട്. പക്ഷേ ഞാനത് ധിക്കരിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് മാതാവുണ്ട്. ഞാൻ പിന്നെ അവിടം വരെ എനിക്ക് പോകാൻ പറ്റില്ല. ഇത്ര ദൂരേക്ക് പോകണോ മാതാവിനെ കാണാനെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ തന്നെ വരണ്ട വന്നു. ഞാൻ 6 കാര്യങ്ങൾ കൊടുത്തെങ്കിലും എൻ്റെ മോൻ്റെ കാര്യത്തിലാണ് ഞാൻ മെയിനായിട്ട് കൊടുത്തത്. പക്ഷേ അത് നടന്നില്ല. മാതാവ് എന്നെയാണ് ഒരു തടി ചെത്തി ചിന്തേറിടുന്നത് പോലെ എന്നെ ചിന്തേറിട്ട് മാതാവ് ഇവിടെ എന്നെ കൊണ്ട് നിർത്തിയേക്കുന്നത്. എനിക്ക് രാവിലെ ഞാൻ എണിക്കില്ലായിരുന്നു. എണിച്ചാൽ എനിക്ക് ശരീരങ്ങൾക്കൊക്കെ മൊത്തം വേദനയായിരുന്നു. ഞാനൊരു 6-7 വർഷമായിട്ട് എനിക്ക് അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണില്ല. പക്ഷെ വീട്ടിൽ പറയും നിനക്ക് അങ്ങനെ ഒരു തോന്നലാന്ന് പറയും. കാരണം എനിക്കൊരു എന്താ പറയാനറിയില്ല, ഒരു ഭയങ്കര വിശർപ്പ്. ഒരു ദോശ ഇട്ടാൽ ഞാനൊരു ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഹാളിൽ പോയി ഞാൻ കാറ്റ് കൊള്ളും. കാരണം അത്രയ്ക്ക് വിശർപ്പും ഒരു പ്രാണവേദനയായിരുന്നു. ആഹാരം അടുക്കളയിൽ ഉണ്ടാക്കാൻ മേല. ഞാനിത് ജോസഫച്ചൻ്റെ വചനം കേൾക്കാനായിട്ട് തുടങ്ങി. ഒരു 3 ആഴ്ച വചനം കേൾക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോണില്ല. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് ചാർജ് കെട്ടുകയും ചെയ്തു തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫോൺ വിളിക്കാൻ അറിയാമല്ലോ പറയാമെന്ന്. അപ്പോൾ കെട്ടിയവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയും ദേഷ്യപ്പെടും, എപ്പോഴും ഈ ഫോൺ വിളിച്ച് നിന്നെ പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് ആരുടെയും സഹായമില്ലാതെ എനിക്ക് ഈ വചനം കേൾക്കാനുള്ള കൃപ തന്നിട്ടോ എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ ഫോണിൽ തൊടുമ്പോൾ എനിക്ക് വചനം കേൾക്കാനും എപ്പോഴാണെങ്കിലും വചനം കേൾക്കാനുള്ള ഒരനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അതും വണ്ണം ഞാൻ ദിവസവും ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ള ദേവാലയത്തിൽ പോകുന്നുണ്ട്, കുർബാന കാണുന്നുണ്ട്. കുംസാരിച്ച് കുർബാന കൊണ്ടു. ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലും പോയി കുർബാന കൊള്ളുന്നുണ്ട്. അതുവണ്ണം വചനം വായിക്കുവാനുള്ള കൃപ വന്നു. 4:30 എന്നുള്ളത് 4:45 എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കാനുള്ള കൃപ വന്നു. അതുവണ്ണം ഞാനൊരു സാക്ഷ്യം, ഞാൻ ഇതിനകത്ത് ഈ ദേവാലയത്തിയിട്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഉടമ്പടി എഴുതണേൽ ഒരു കാര്യം നീ എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഞങ്ങൾ ആരും ഇതുവരെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. 48 വർഷം മുമ്പ് നടക്കേണ്ട ഒരു കാര്യം 34 ദിവസം കൊണ്ട് മാതാവ് ഇവിടെ നടത്തി തന്നു. കാരണം ഞാൻ പറഞ്ഞു മാതാവെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവ് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന ഞങ്ങളുടെ 4 പേരുടെ സ്ഥലത്ത് വന്നൊന്ന് നോക്കിയേച്ച് പോകണം. എന്നിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇനി ഞങ്ങൾക്കതിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാതാവ് അവിടെ നിന്ന് മാറ്റി തന്നെ പറഞ്ഞു. 48 വർഷങ്ങൾക്ക് മുമ്പ് ആധാരം ചെയ്തു, ഞങ്ങളുടെ തൊട്ട് ചേർന്നുള്ള വീട്ടുകാർക്ക് ആധാരം ചെയ്തു കൊടുക്കേണ്ടതാണ്. അന്നത്തെ കാലത്ത് 3000-4000 രൂപ മേടിച്ചതാണെന്നാണ് പറയണത്. പക്ഷെ നമുക്കറിയില്ല. ഞാൻ വന്നേ പിന്നെ ഇതൊക്കെ തന്നെ എന്നും പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ അവർ തയ്യാറായി വരണം, പൈസ മുടക്കി വരണം. അപ്പം എൻ്റെ മോൻ പറഞ്ഞു ചേട്ടാ ഇത് ഈ പൈസ മുടക്കുണ്ട്, ഞങ്ങളുടെ 4 പേരുടെ നമ്മുടെ 4 പേരുടെ സ്ഥലം അളക്കണം എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്താലും സമ്മതിക്കില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്തു. ചെന്നതിന് ശേഷം ഈ കാര്യങ്ങൾ സംസാരിച്ചു. അവരിങ്ങോട്ട് തിരിച്ചു പറഞ്ഞു ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം 4 പേരുടെ സ്ഥലം അളക്കാം, അതിൻ്റെ എല്ലാ ചിലവും ചെയ്യാം, എഴുതി തന്നെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സ്ഥലം അളന്നു, ചിലവ് ചെയ്തു. അവർക്ക് ആധാരം എഴുതി കൊടുത്തു. അനിയന് 1 സെൻറ്റ് സ്ഥലം തറവാട്ടിൽ നിന്ന് കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുത്തു. ഞങ്ങളുടെ 4 പേരുടെയും സ്ഥലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് മാതാവ് ചെയ്തു തന്നു. പിന്നെ അടുത്ത സാക്ഷ്യം, എനിക്ക് 18 വർഷമായി ഈ ബാലൻസിൻ്റെ പ്രശ്നമായിരുന്നു. ഒരു വഴിക്കും യാത്ര ചെയ്യാൻ മേല. ഞാനിവിടെ വന്നതിന് പോയിട്ട് എനിക്കൊരു ക്ഷീണോ തളർച്ചയോ, ഇപ്പോൾ 2 പ്രാവശ്യം വന്ന് 3ാമത്തെ പ്രാവശ്യം ക്ഷീണോ തളർച്ചയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഛർദി ഉണ്ടായിട്ടില്ല. എനിക്ക് കാറേ കയറുമ്പോൾ ഛർദി. അപ്പോൾ പിള്ളേർ പറയും മമ്മീനേണ്ട് ഒരു വഴിക്കും യാത്ര ചെയ്യാൻ കൊള്ളില്ല, ഞങ്ങൾ കൊണ്ടുപോകില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ മാതാവ് എനിക്ക് അതും എടുത്ത് മാറ്റി തന്നു. പിന്നെ എൻ്റെ 1 കിലോ
സാധനം കൈ പിടിച്ച് താഴത്തേക്ക് ഞാനൊരു 5 മിനിറ്റ് നടക്കാൻ ഉള്ള വഴിയുള്ളൂ. ആ 1 കിലോ സാധനം എടുത്ത് കൈ തൂക്കി പിടിച്ച് പോയപ്പോൾ എൻ്റെ ഈ കൈ പൊങ്ങൂലാതെ വന്നു. രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ താങ്ങി കൈ പൊക്കിയപ്പോൾ കൂടെ ഇരിക്കണ എൻ്റെ കെട്ടിയവൻ പറഞ്ഞു, നീ ഇപ്പോൾ ഇത്ര വിഷമിച്ച് പ്രാർത്ഥിക്കണേ എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതല്ല, എൻ്റെ മാതാവ് എന്നെ അവിടെ കൊണ്ട് നടത്തിയതാണെങ്കിൽ എൻ്റെ ഈ കൈയുടെ വേദന മാറ്റി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, രാത്രി കംപ്ലീറ്റ് ഈ വേദനയായി, ഇവിടുന്ന് മുതൽ താഴെ കാല് വരെ ഞരമ്പിന് വേദന വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് നേരം വെളുക്കുമ്പോൾ എൻ്റെ ഇടവപ്പള്ളിയിൽ എനിക്ക് കുർബാന കൊള്ളാൻ പോകണം, പള്ളിയിൽ പോകണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പിറ്റേ ദിവസം എനിക്ക് വേദനയൊന്നും അറിയരുത്, എന്നെ ഈ രാത്രി ഉറക്കി തന്നിട്ടോ എന്ന് പറഞ്ഞു. നേരം വെളുത്തു, എനിക്കൊരു തുള്ളി വേദന അവിടെ ഉണ്ടായില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ നമ്മുടെ തൈലം എടുത്ത് മൊത്തം കയ്യിൽ തൂത്തു. അങ്ങനെ നേരം വെളുക്കോളും. നേരം വെളുത്ത് പള്ളിയിൽ പോയിച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ കൈ പിറ്റേ ദിവസം നേരത്തോടെ നേരമായപ്പോഴത്തേക്ക് നന്നായിട്ട് എൻ്റെ കൈ സുതിക്കുവാനും കൈ പൊങ്ങുവാനുള്ള കൃപ അമ്മ തന്നു. അതുമാണ് എൻ്റെ ഒരു കണ്ണുകൾക്ക് പെട്ടെന്നൊരു ഉച്ചയ്ക്ക് കിടന്നപ്പോൾ ഉറങ്ങിയതാണ്. ഒരു 10 മിനിറ്റേ ഉറങ്ങുള്ളൂ. പക്ഷേ കൊണ്ടുവന്ന് കിട്ടാനും മുമ്പേ കാണിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഉറുമ്പ് കടിച്ചായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല ഉറുമ്പ് കടിച്ചല്ല, ഇത് എന്തോ മാതാവ് എന്തൊക്കെയോ എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഭവം തന്നാന്ന് ഞാൻ പെട്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇത് മണം പള്ളി പോകേണ്ട ദിവസം കണ്ണ് കാണാൻ പറ്റില്ല. ഇങ്ങനെ കണ്ണിന് ഇത്രയും നീര, ഈ ഒരു കണ്ണിന് കാഴ്ചയില്ല. അപ്പോൾ ബൈബിൾ വായിച്ചപ്പോൾ ഒരു 10 അക്ഷരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് ഇത് മണം തന്നെ, മാതാവ് എനിക്ക് നാളെ നേരത്തോടെ വരാകുമ്പോഴത്തേക്കും വചനം വായിക്കണം, എന്നെ ഉപേക്ഷിക്കരുത്, അമ്മയുടെ ആ സന്നിധിയിൽ ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തൈലം വചനം പറഞ്ഞ് തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടിയപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് നേരത്തോട് വരായപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് നന്നായിട്ട് കാഴ്ച കിട്ടി. എനിക്ക് പിന്നെ ഭയങ്കര ദേഷ്യം ഒക്കെ ഉണ്ടായിരുന്നു. ഈ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കുടെ ശരീരം പറ്റാതെ വരുമ്പോൾ നമുക്ക് ഈ പാത്രം ഇട്ട് ഒരു പിടപ്പിക്കുന്ന ഒരു രീതി, പെട്ടപെടാ ഏത് പാത്രം എടുത്താലും സൗണ്ട് കേൾക്കും. ഇപ്പം ആ ഒരു ദേഷ്യം എനിക്ക് 90% അല്ല 90% മാറിയെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് നല്ല ഉറക്കം കിട്ടി. നേരം വിളിക്കുമ്പോൾ നല്ല ഉറങ്ങാനുള്ള ഒരു കൃപ മാതാവ് തന്നിട്ടുണ്ട്. മറ്റേ എനിക്ക് ഉറക്കമില്ലായിരുന്നു, വർഷങ്ങളായിട്ട് ഉറക്കമില്ലായിരുന്നു. ഉറക്കം തന്ന മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയും തന്ന മാതാവിന് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും തരുവാൻ ഉള്ള കൃപ എനിക്ക് തന്ന് അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അൾത്താരയിൽ കയറി ആരും ഒരു സാക്ഷിയുള്ളെങ്കിലും അത് പറഞ്ഞാൽ ധൈര്യത്തോടെയും സന്തോഷത്തോടെയും എൻ്റെ മാതാവ് എനിക്കിവിടെ വന്ന് ചെയ്ത് തരുമെന്ന് വിശ്വാസത്തോടെയും ഈ അൾത്താരയിൽ കയറി മനസ്സിരുത്തി പറയുന്നവർക്ക് 1 അല്ല 10 സാക്ഷ്യം പറയാനുള്ള കൃപ മാതാവ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതി, പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതി, ഔസപിതാവിനും സ്തുതി, അതായത് തിരുക്കുടുംബത്തിന് സ്തുതി. എൻ്റെ പേര് സോഫി. ഞാൻ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 ഏപ്രിൽ 4 ഏപ്രിലായിരുന്നു. ഏപ്രിൽ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ എടുത്തത് അതേ വർഷം തന്നെ. അത് പുതുക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് 3 മാസം കഴിഞ്ഞ് പുതുക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഡിസംബർ 23 ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റൽ അടച്ചു കഴിഞ്ഞ് എല്ലാവരും ക്രിസ്മസിന് പൊക്കോ എന്ന് സിസ്റ്റേഴ്സ് പറഞ്ഞു. ഹോളിഡേയ്സാണ്, എല്ലാവരും ക്രിസ്മസ് ഹോളിഡേയ്സിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം എനിക്ക് വീടുണ്ടെന്ന് വെച്ചാൽ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചാച്ചൻ മരിച്ചായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അമ്മ ബെഡ് റീഡനായിരുന്നു അന്നേരം. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അന്നേരം ഏതായാലും ഉടമ്പടി എടുത്തതല്ലേ എന്ന് ഓർത്ത് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ഞായറാഴ്ച വൈകുന്നേരം അവിടെ നിന്ന് ട്രെയിൻ കയറി മാവേലിക്ക് കയറി. ഞാനിവിടെ വെളുപ്പിന് ഇവിടെ എത്തിക്കഴിഞ്ഞ് 23 ധ്യാനം കൂടി കഴിഞ്ഞ് അന്നേരം ഇവിടെ പഴയ കോൺവെൻ്റ് ഉണ്ട്. ഇവിടുന്ന് ഒരു ഒരു സഹായമായിട്ടുള്ള പറഞ്ഞു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മഠത്തിൽ താമസിക്കാം, അപ്പോൾ നിങ്ങൾക്ക് നാളത്തെയും കൂടെ ധ്യാനം കൂടിയിട്ട് പോകാൻ ദൂരെ നിന്ന് വരുന്നതല്ലേ എന്ന് പറഞ്ഞു. ശരിയെന്ന് വിചാരിച്ച് ഞാനിവിടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ 10 രൂപ കൊടുത്തിട്ട് അവിടെ പഴയ കോൺവെൻറ്റിൽ പോയി കിടന്നു. അവിടെ കുളിച്ച് ഡിസംബർ 24 അന്ന് രാത്രിയിലാണല്ലോ ക്രിസ്മസ്, നമുക്കറിയാമല്ലോ.
24-ാം തീയതിയിലെ ധ്യാനം കഴിഞ്ഞ് 3 മണിയായപ്പോൾ അച്ഛൻ പറഞ്ഞു ധ്യാനം അന്ന് നിർത്തുകയാണ്, കാരണം ക്രിസ്മസിന് എല്ലാ കൗൺസിലേഴ്സിനും എല്ലാവർക്കും വീട്ടിൽ പോകേണ്ടതുള്ളതുകൊണ്ട് ധ്യാനം നിർത്തുകയാണെന്ന് 3 മണിയാകുമ്പോൾ എല്ലാം അടയ്ക്കുമെന്ന് പറഞ്ഞു. 3 മണിയായപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി, നമുക്കറിയാം ഗേറ്റിൻ്റെ അവിടെ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അമ്മയോട് ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങോട്ടാണ് അമ്മയെ പോകേണ്ടത്, എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരറിവുമില്ല. ഞാൻ ക്രിസ്മസ് രാത്രിയാണ്, എവിടെ പോകണമെന്ന് എനിക്ക് യാതൊരു അറിവുമില്ല. അപ്പോൾ എന്നോട് ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു എറണാകുളത്തിന് പൊക്കൂ. ഞാൻ എറണാകുളം ബസ്സിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് കല്ലൂർ പള്ളിയിൽ പൊക്കോളാൻ പറഞ്ഞു. കല്ലൂർ അന്തോണീസ് പള്ളിയിൽ പൊക്കോളാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല, ഞാൻ കണ്ണൂരിൽ നിന്നുള്ള ആളാണ്. ഞാൻ 37 വർഷമായി ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ അങ്ങനെ എനിക്കറിയില്ല, കേരളത്തിന് പുറത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നതെല്ലാം. അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു കല്ലൂർ പള്ളിയിൽ പോകാം. കണ്ണൂരിൽ ഞാൻ എത്തുമ്പോൾ 7 മണിയായി. അപ്പോൾ നമുക്കറിയാം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം രാത്രി 7 മണി വരെ ഓരോ മണിക്കൂറിലും അവിടെ അന്തോണീസ് പുണ്യാളൻ്റെ നൊവേനയും കുർബാനയും ഉണ്ട്. 7 മണിയുടെ കുർബാനയ്ക്ക് കയറുമ്പോൾ ഞാൻ അവിടെ എത്തി. എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെയോ പലരോടും ചോദിച്ചു ഓട്ടോ പിടിച്ചൊക്കെ അവിടെ എത്തി, ആ പള്ളിയിലെത്തി. 7 മണി കുർബാനയും കൂടി. കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ക്രിസ്മസ് ആഘോഷം എപ്പോഴാണെന്ന് ചോദിച്ചു. പറഞ്ഞു ഇന്ന് പാതിരായ്ക്ക കുർബാന എന്ന് പറഞ്ഞു. പാതിരാ കുർബാന അന്നേരം 8 മണിയാകുമ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ ആ ഒരു പള്ളിയുടെ നടയിലിരുന്ന് അന്ന് കൊന്തയും ചൊല്ലിക്കൊണ്ടിരിക്കുക. എൻ്റെ കയ്യിലൊരു കൊന്തയുണ്ട്. ഇതും എൻ്റെ ബാഗിലാണെങ്കിലും തോളയിലൊരു ബാഗുണ്ടായിരുന്നു, ഷോൾഡറിൽ ബാഗ് ഇട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. പുറകിലൊരു ബാഗുണ്ട്. അവിടെ നിന്ന് വെള്ളക്കുപ്പി ബസ്സിൽ വാട്ടറും ഉണ്ടായിരുന്നു, വാട്ടർ മേടിച്ച് 2-3 ഏത്തപ്പഴമൊക്കെ മേടിച്ച് നിന്ന് കൊന്തയും ചൊല്ലിക്കൊണ്ട് 8 മണി മുതൽ 12 മണി വരെ ആ അന്തോണീസ് പുണ്യാളൻ്റെ നടയിലിരുന്ന് ഞാനവിടെ ഇരുന്നു. 12 മണിയായപ്പോൾ പിറവി കഴിഞ്ഞ് കേക്ക് മുറി ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞ് 1:15 കഴിഞ്ഞപ്പം സെക്യൂരിറ്റി പറഞ്ഞു പുറത്ത് പോകാൻ പറഞ്ഞു. എനിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ പലരോടും ചോദിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ 2 എറണാകുളത്ത് ഏതാണ് അടുത്തുള്ളത്, ജംഗ്ഷനാണോ അതോ ടൗണാണോ അടുത്തുള്ളത് എന്ന് ഞാൻ പലരോടും അന്വേഷിക്കുന്നുണ്ട്. ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തു. അങ്ങനെ ആയപ്പോൾ എറണാകുളം ജംഗ്ഷനാണ് അടുത്തെന്ന് എനിക്ക് മനസ്സിലായി. സെക്യൂരിറ്റിയോട് ഞാൻ കാല് പിടിച്ച് ചോദിച്ചു, ഞാനൊന്ന് നേരം വെളുക്കുന്നത് വരെ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു തള്ളി ഞാൻ പുറത്താക്കൂ, ഇല്ലെങ്കിൽ പുറത്തിറങ്ങി പോകുന്നതാണ് നല്ലത്. പലരോടും ഞാൻ ചോദിച്ചു എനിക്കൊരു ലിഫ്റ്റ് തരുമോ, ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ തന്നെയേ ഉള്ളൂ രാത്രിയിൽ എന്ന് പറഞ്ഞു. ഞാനൊന്നും പിന്നെ അവസാനം മടുത്ത് കഴിക്കാൻ എനിക്ക് വേറെ ഒരു മാർഗവും ഇല്ലാതെ ഞാൻ എൻ്റെ അമ്മയോടും ഈശോയോടും പറയൂ, നമുക്കറിയാമല്ലോ 91 സങ്കീർത്തനം നമ്മളുടെ സംരക്ഷണ സങ്കീർത്തനമാണ്. ഞാൻ ഉച്ചത്തിൽ എൻ്റെ കയ്യിൽ കൊന്തയുണ്ട്, ഈ കയ്യിൽ എൻ്റെ ഗൂഗിൾ മാപ്പുണ്ട്. ദറ്റ് ഈസ് കല്ലൂർ ടു എറണാകുളം ജംഗ്ഷൻ ഗൂഗിൾ മാപ്പുണ്ട്. ഈ വലത് കയ്യിൽ എൻ്റെ കയ്യിൽ കൊന്തയാണുള്ളൂ, ഒരു നീല കളർ കൊന്തയുണ്ട്. ആ കൊന്തയിൽ ഞാൻ ഓരോ കൊന്തമണിയിലും ഞാൻ ചെല്ലുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 91 സങ്കീർത്തനം ഉറക്കെ ചൊല്ലിക്കൊണ്ട് ഗൂഗിൾ മാപ്പ് അനുസരിച്ച് നടക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ കലൂർ മുതൽ എറണാകുളം ജംഗ്ഷൻ വരെ എത്ര നേരം നടക്കാനുണ്ടെന്ന്. 1:30 ആയപ്പം നടക്കാൻ തുടങ്ങി. ഞാൻ 3:20 കലൂർ ജംഗ്ഷനിലെത്തി. അതിനിടയ്ക്ക് കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പം ഒരു സ്കൂട്ടിയിൽ ഒരാൾ വന്ന് ചോദിച്ചു എങ്ങോട്ടാ, ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, നടക്കാൻ ഇറങ്ങിയതാന്ന് പറഞ്ഞു. കുറേ ദൂരം കൂടി കഴിഞ്ഞു. ഇനി ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പം വീണ്ടും വന്ന് എന്നോട് ചോദിച്ചു തന്നെയല്ലേ ഉള്ളൂ നടക്കുന്ന രാത്രിയിൽ ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ചു. ഞാൻ ദൂരെ മാറി വന്ന കാറാണ് അത് വന്നത്. ഞാൻ പറഞ്ഞു വേണ്ടല്ലോ, ഞാൻ നടക്കാൻ ഇറങ്ങിയതാന്ന് പറഞ്ഞു. വ്യായാമത്തിൽ നടക്കാൻ ഇറങ്ങിയത്, എനിക്കറിയാൻ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു. ഉറക്കെ ഞാൻ ഭ്രാന്തിൻ്റെ കണക്ക് ഞാൻ ചെല്ലുന്നുണ്ട്. അത്യുന്നതിൻ്റെ സംരക്ഷണമുള്ളവനും സർവശക്തിൻ്റെ തണലിൽ കഴിയുന്നതും കർത്താവാണ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും. ഇത് ഉറക്കെ ചൊല്ലിക്കൊണ്ടാണ് പറയുന്നത്. ആരെന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്രമിക്കുന്നില്ല, ഞാൻ ശ്രവിക്കുന്നേ ഇല്ല, ഞാൻ പറയുന്നില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ജംഗ്ഷൻ എത്തിയപ്പോൾ 3:20 അപ്പോൾ ഞാൻ ആകെ ടയേർഡായി. ഭക്ഷണവും എനിക്ക് നേരെയാകുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അവിടുന്ന് ക്യാൻറ്റീൻ അന്നേരം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. റെയിൽവേ ക്യാൻറ്റീനിൽ നിന്ന് ഞാൻ ഒരു ഗ്ലാസ് ചായ വാങ്ങിക്കുടിച്ചു. ലേഡീസ് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു വാലിഡ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് ഇരുത്തുള്ളൂ. ഞാൻ അന്നേരം എങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഹോസ്റ്റൽ തുറക്കുകയില്ല, അല്ലെങ്കിൽ കണ്ണൂർക്ക് ടിക്കറ്റ് എടുക്കാം. ഞാൻ നേരെ അത് ബുധനാഴ്ചയാണ് അന്നേരം. അത് ബുധന് കഴിഞ്ഞ് വ്യാഴാഴ്ച കഴിഞ്ഞ് ഹോസ്റ്റൽ തുറക്കുള്ളൂ. 25-ാം തീയതി കഴിഞ്ഞ് 26-ന് ഹോസ്റ്റൽ തുറക്കുള്ളൂ. ഞാൻ നേരെ എന്ത് ചെയ്തു, ചുമ്മാ പറഞ്ഞു കോയമ്പത്തൂർ ഒരു ടിക്കറ്റ് എടുത്ത്
ആ ലേഡീസ് വെയിറ്റിംഗ് റൂമിൽ വന്നിരുന്ന് എൻ്റെ ബാഗ് മടിയിൽ വെച്ചിരുന്ന് ഞാൻ ഉറങ്ങി. അന്നേരം എനിക്കിവിടുന്ന് വന്ന ഉപ്പും നേർച്ച വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് എൻ്റെ പേരിൽ ഞാൻ പണ്ട് 12 ഒരു 17 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. വീടില്ലായിരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും, കാരണം എൻ്റെ തറവാടും അവിടെ അടുത്ത് തന്നെയാണ്, അപ്പോൾ എനിക്ക് അവിടെ അടുത്ത് വീട് വെക്കണ്ട. ഞാൻ കൃപാസനത്തിലെ ഉടമ്പടിയിൽ ആദ്യമായിട്ട് എഴുതിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആ സ്ഥലം വിറ്റിട്ട് ആ പൈസയ്ക്ക് വേറെ എവിടെയെങ്കിലും ഒരു വീട് വാങ്ങാൻ സാധിക്കണമെന്നായിരുന്നു. പക്ഷേ ആ മാതാവിന് ഞാൻ അവിടെ ഒരു വീട് വെക്കണമെന്നായിരുന്നു. എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നതാണ്. എനിക്ക് എൻ്റെ കയ്യിൽ 7 ലക്ഷം രൂപയായി. കാരണം സ്വന്തം കാര്യം ഞാൻ അധികം നോക്കാറില്ലാത്ത ഒരാളായതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസയായിട്ടുള്ളത് വെറും 7 ലക്ഷം രൂപയും 17 സെൻറ്റ് സ്ഥലവുമാണുള്ളത്. ഈ 17 സെൻറ്റ് സ്ഥലത്ത് എങ്ങനെ ഞാൻ വീട് വെക്കണം, എനിക്കൊരു ഐഡിയ അതിനെക്കുറിച്ചില്ല.